എല്ലാ കൂട്ടുകാർക്കും നഹ്ൽ വാളി മൂന്നാം ഭാഗത്തിലെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് നമ്മൾ ഒരു സംഘത്തിൽ നിന്ന് ഒരാളെ ഒഴിവാക്കിയിട്ട് സംസാരിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാണ് എല്ലാ കുട്ടികളും വിജയിച്ചു, ഒരു കുട്ടി ഒഴികെ. ഇവിടെ എല്ലാ കുട്ടികളും വിജയിച്ചു, എല്ലാ കുട്ടികളും എന്നുള്ളതൊരു സംഘമാണ്. അതിന് ഒരാൾ ഒഴിവാക്കാണ്, അഹമ്മദ് ഒഴികെ. എല്ലാ കുട്ടികളും വിജയിച്ചു, അഹമ്മദ് ഒഴികെ. അവിടെ എല്ലാ കുട്ടികളും വിജയിച്ചു, ഒരാളെ പുറത്താക്കണം. അപ്പോൾ എല്ലാ കുട്ടികളും എന്നുള്ളതിന് അറബിയിൽ എന്താ പറയുക അറിയോ? ഒരു സംഘമാണല്ലോ, ആ സംഘത്തിനാണ് മുസ്തസ്ന മിൻഹു എന്ന് പറയും. അഹമ്മദ് ഒഴികെ ഉണ്ടല്ലോ, ആ അഹമ്മദ് ഉണ്ടല്ലോ, അഹമ്മദിന് നമ്മൾ എന്ത് പറയും? മുസ്തസ്ന എന്നും പറയും. അങ്ങനെ ഒഴികെ എന്നുള്ള സാധനം ഉണ്ടല്ലോ, ഒഴികെ. ഈ ഒഴികെ എന്നുള്ളത് ഒരാളെ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിച്ച വാക്കാണ് ഭാഷയിൽ. ആ ഒഴികെ എന്നുള്ളതിനാണ് അദാത്തുൽ ഇസ്തിസ്ന എന്ന് പറയാം. ഇസ്തിസ്നന് ഉപയോഗിച്ച ഒരു 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 ടൂള് അല്ലേ. അല്ലെ പറയാണ് കുട്ടികൾ പഠിച്ചു, ഫാത്തിമ ഒഴികെ. അവിടെ കുട്ടികൾ എന്നുള്ളത് മുസ്തസ്ന മിൻഹു ആണ്. ആ ഫാത്തിമ ഒഴികെ എന്നുള്ളത്, ഫാത്തിമ എന്നുള്ളത് എന്താണ്? ഇസ്തിസ്നയും ആണ്. എല്ലാ കുട്ടികളും കല്യാണത്തിന് വന്നു, അലി ഒഴികെ. അപ്പോൾ എല്ലാ കുട്ടികളും എന്നുള്ളത് മുസ്തസ്ന മിൻഹു ആണ്. അലി ഒഴികെ, അലി എന്നുള്ളത് എന്താണ്? അത് മുസ്തസ്നയാണ്. അപ്പോൾ ഈ മുസ്തസ്ന മിൻഹും മുസ്തസ്നയും മനസ്സിലാക്കണം. ഒരു സംഘം ആളുകൾക്കാണ്, ഒരു പ്ലൂരലിനാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ മുസ്തസ്ന മിൻഹു പറയും. പിന്നെ അതിന് ഒഴിവാക്കുന്ന ആളെ മുസ്തസ്ന എന്നും പറയും. അപ്പോൾ മുസ്തസ്ന മിൻഹുയും മുസ്തസ്നയും. ഇനി ഒഴിവാക്കിയ ആൾക്ക് എന്ത് ഇറാബ് കൊടുക്കും? ഇപ്പോൾ ഹദറൽ അസ്തിഖാഉ, കൂട്ടുകാരൊക്കെ വന്നു. ഇല്ല അലിയൻ എന്നാണോ അലിയൻ എന്നാ പറയേണ്ടത്? അലിയൻ എന്നാ പറയേണ്ടത്. എന്നാൽ നസ്ബി അൽ നിർബന്ധമാണ്. കാരണം അത് മൻഫിയ സെൻറ്റൻസ് അല്ലല്ലോ. എന്നാൽ ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ, പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഹദറൽ അസ്തിഖാഉ, എല്ലാ കുട്ടികളും വന്നു. അപ്പോൾ ഇല്ല അലിയൻ തന്നെ പറയണം, നസ്ബിയൽ നിർബന്ധമാണ്. ഇനി നെഗറ്റീവ് സെൻറ്റൻസാണ് നോക്കുക. ലം തതഫത്തഹിൽ അസ്ഹാറു, പൂക്കൾ വിരിഞ്ഞില്ല. അപ്പം നെഗറ്റീവ് സെൻറ്റൻസാണ്. ഇല്ലൽ ബനഫ്സജ, ബനഫ്സജ് ഒഴികെ. അവിടെ നമുക്ക് ബനഫ്സജ എന്നും പറയാം, ബനഫ്സജു എന്നും പറയാം, കാരണം അവിടെ നെഗറ്റീവ് സെൻറ്റൻസാണ്. ഇപ്പോൾ പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ഒഴികെ എന്നുള്ളതിന് ശേഷം നെസ്ബും ചെയ്യുക, റഫും ചെയ്യുക. അതാണ് നമ്മളിന്ന് പഠിക്കേണ്ട ഇസ്തിസ്നാണ് ഇത്. ഇപ്പോൾ നോക്കൂ, യുസമ്മൽ ഇസ്മു, ഇസ്മിന് പേര് പറയും. അല്ലദി യഖഉ, വരുന്ന. ബഅദൽ മുസ്തസ്ന, മുസ്തസ്നക്ക് ശേഷം വരുന്ന. ബഅദ ഇല്ല, ഇല്ലക്ക് ശേഷം വരുന്ന ഇസ്മിന് പേര് പറയും, മുസ്തസ്ന എന്ന് പറയും. ഒഴികെ, അലി ഒഴികെ, അതിനാണ് മുസ്തസ്ന എന്ന് പറയാം. ഓ ഇസമ്മൽ ഇസ്മുല്ലദി യജിഉ ഖബ്ലഹ, ഇല്ലൻ്റെ മുന്നിൽ വരുന്ന ആ ഇസ്മുണ്ടല്ലോ, അതിനാണ് എന്ത് പറയുക? ഓ യഷ്മിലു ഫിൽ മഅന ഗൈറഹു ബഅദഹ, അതിന് ശേഷമുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന ഇസ്മുണ്ടല്ലോ, അതിനെന്താ പറയുക? മുസ്തസ്ന മിൻഹു എന്നാണ് പറയുക. ഇനി നമ്മൾ പറയുന്നത് എന്ത് ഇറാബ് കൊടുക്കണം എന്നാണ്. ഒരു സെൻറ്റൻസിൽ മുസ്തസ്ന മിൻഹുനെ പറഞ്ഞേക്കണു. ഉദാഹരണം, കുട്ടികൾ വന്നു, അലി ഒഴികെ. അവിടെ കുട്ടികൾ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇദാ കാനൽ മുസ്തസ്ന മിൻഹു, മുസ്തസ്ന മിൻഹു ആയാൽ, മദ്കൂറൻ പറഞ്ഞ ഒരു സെൻറ്റൻസ് ആണെങ്കിൽ, വ കാനൽ കലാമു മുസ്ബത്ത, അത് മുസ്ബത്തായ പോസിറ്റീവായ സെൻറ്റൻസുമാണെങ്കിൽ, വജബ നസ്ബുൽ മുസ്തസ്ന ബി ഇല്ല, മുസ്തസ്നയെ, അലിയെ എന്ത് ചെയ്യണം? നസ്ബിയൽ നിർബന്ധമാണ്. അതാണ് നമ്മൾ പഠിക്കുന്നത്. ഹദറൽ അസ്തിഖാഉ, കൂട്ടുകാരൊക്കെ വന്നു. ഇല്ല അലിയൻ എന്ന് പറയാൻ കാരണം. ഇനി നമ്മൾ മുസ്തസ്നാമിനൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ മൻഫിയായ സെൻറ്റൻസാണ്, നെഗറ്റീവാണ്, ഇല്ല എന്നുള്ള അർത്ഥത്തിലുള്ള സെൻറ്റൻസ് ആണെങ്കിൽ അവിടെ നെസ്ബും ചെയ്യാൻ പറ്റും, റഫും ചെയ്യാൻ പറ്റും. ഇതാക്കാനൽ മുസ്തസ്നാമിനോ, മുസ്തസ്നാമിനോ ആയാൽ മദ്കൂറൻ പറയപ്പെടും ചെയ്തു. അപ്പോൾ കാനൽ കലാമു മൻഫിയ, സെൻറ്റൻസ് നെഗറ്റീവുമാണെങ്കിൽ, ജാസഫിൽ മുസ്തസ്നാബി ഇല്ല, ഇല്ലക്ക് ശേഷമുള്ള മുസ്തസ്നയിൽ പറ്റും. അയ്യുൻസബ, നസ്ബിയാനും പറ്റും. ഔ യത്ബഅൽ മുസ്തസ്നാമിന്നു, മുസ്തസ്നാമിന്നുവിൻ്റെ അതേ ഇറാബുമാണെങ്കിൽ കൊടുക്കുക. അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവാണ്,
മുസ്തസ്നാമിനു പറയും ചെയ്താൽ നസ്ബ് കൊടുക്കൽ നിർബന്ധമാണ്. സെൻറ്റൻസ് നെഗറ്റീവാണ്, അപ്പോൾ നമുക്ക് 2 ഇറാബ് കൊടുക്കാം. നോക്കൂ, അസ്മറത്തിൽ അസ്ജാറു, എല്ലാ മരങ്ങളും പൂവിട്ടുകൊണ്ട് കേട്ടോ, ഇല്ലാ ഷജറത്തിന്, ഒരു മരം ഒഴികെ. അവിടെ അപ്പോൾ ഷജറത്തൻ തന്നെ ഇല്ലൻ്റെ ശേഷമുള്ള മുസ്തസ്നക്ക് പറയണം. എന്നാലും ഒരു നെഗറ്റീവ് സെൻറ്റൻസ് നോക്കൂ, ലം തത്തഫത്തഹിൽ അസാറു, ഒരു പൂവും ഉണ്ടായിട്ടില്ല, വിടർന്നിട്ടില്ല. ഇല്ലൽ ബനഫ്സജ എന്നും പറയാം, ബനഫ്സജു എന്നും പറയാം, കാരണം സെൻറ്റൻസ് നെഗറ്റീവാണ്. ഇനി നമ്മൾ പറയുന്നത് മുസ്തസ്നാമിനു പറഞ്ഞില്ല, മുസ്തസ്നാമിനു പറയാത്തൊരു സെൻറ്റൻസ്. അവിടെയാണെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ടാണ് നമ്മൾ ഇറാബ് ചെയ്യേണ്ടത്. ആ സെൻറ്റൻസിൽ മഫൂലായിട്ടാണ് ആ ഇല്ലക്കേഷുള്ള വരുന്ന അതിനനുസരിച്ചാണ് ചെയ്യേണ്ടതെന്നാണ്. ഇതാ കാനിൽ മുസ്തസ്നാമിൻ മഹദൂഫ, ഒരു സെൻറ്റൻസിൽ മുസ്തസ്നാമിൻഹു ഇല്ല എങ്കിൽ ഒഴിരിബ ഇറാബ് കൊടുക്കണം. അൽ മുസ്തസ്ന, ഇല്ലക്ക് ശേഷമുള്ള മുസ്തസ്നക്ക് ഇറാബ് കൊടുക്കണം. ഹസ്ബമായ യഖ്തദി മൗളിഹു ഫി തർക്കീബി, ആ സെൻറ്റൻസിൻ്റെ ഘടനയിൽ മഫൂലാണോ ഫായിലാണോ സിഫത്താണോ അതിനനുസരിച്ചാണ് കൊടുക്കേണ്ടത്. കമാലൗക്കാനത്ത് ഇല്ല ഗൈറ മൗജൂദ, ഇല്ല വരാത്തത് പോലെയാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത്. ഉദാഹരണം നോക്കൂ, മാ സ്വാഹിബത്തു, ഞാൻ കൂട്ടുകൂടിയിട്ടില്ല. ആരോടെന്ന് പറഞ്ഞില്ല, ലസ്തിഖ എന്ന് പറഞ്ഞില്ല, അതോ മുസ്തസ്നാമിനു കളഞ്ഞു. ഇല്ലല്ല അഹിയാറ, നല്ലവരോടല്ലാതെ. അപ്പോൾ ഇവിടെ മഫൂലായതുകൊണ്ട് നമ്മൾ അഹിയാറ എന്ന് കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ സെൻറ്റൻസിൽ ഇതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഈ സെൻറ്റൻസ് നോക്കൂ, ലാ യുസ്ദിൻ നസീഹത്ത, ഉപദേശം ഫലിക്കൂല. അപ്പോൾ ഇനി ഇവിടെ ഫായിലാണ് വേണ്ടത്. അപ്പോൾ അൽ മുഖ്ലിസൂന എന്ന് പറഞ്ഞു, കാരണം ഇവിടെ എന്ത് കൊടുത്തില്ല, മുസ്തസ്നാമിന് പറഞ്ഞിട്ടില്ല. ലാ തസൂദു ഷുഊബ, സമൂഹത്തെ നയിക്കരുത്, ഇല്ലാ ബിൽ അഖ്ലാഖി, സംസ്കാരം കൊണ്ടല്ലാതെ. അവിടെ മുസ്തസ്നാമിന് പറയപ്പെട്ടിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ബി വന്നപ്പോൾ ബിൽ അഖ്ലാഖി ജാർ മജ്റൂർ കൊടുത്തു. അപ്പോൾ ഈ മുസ്തസ്നാമിന് പറഞ്ഞാൽ മാത്രമേ നിയമമുള്ളൂ. ഒരു സെൻറ്റൻസിൽ മുസ്തസ്നാമിന് പറഞ്ഞാൽ ആ സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഇല്ലക്ക് ശേഷമുള്ള ആളെ എന്ത് ചെയ്യണം, നസ്ബ് ചെയ്യണം. ഇനി ഒരു സെൻറ്റൻസിൽ മുസ്തസ്നാമിന് പറഞ്ഞു, ആ സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, പിന്നെ നമുക്ക് നസ്ബും ചെയ്യാം, പിന്നെ ആ സെൻറ്റൻസിലെ കിടപ്പനുസരിച്ചുള്ള ഫായിലോ മഫൂലോ ചായ ഇറാബോ നമുക്ക് ചെയ്യാം. ഈ ഒരു സെൻറ്റൻസിൽ മുസ്തസ്നാമിന് പറഞ്ഞതേയില്ല, അങ്ങനെയാണെങ്കിൽ ഇല്ലക്ക് ശേഷമുള്ള ഇസ്മിന് ആ സെൻറ്റൻസിലെ സ്ട്രക്ചർ എന്താണോ, ഫായിലാണോ മഫൂലാണോ ഹാലാണോ സിഫത്താണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി മാറ്റി ചെയ്യണം. അപ്പോൾ അതാണ് ഇസ്തിസ്ന. ഇസ്തിസ്ന എന്നുള്ള ഭാഗം മിക്കവാറും പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവും. ഒരു സംഘത്തിൽ നിന്ന് ഒരാളെ ഒഴിവാക്കണീനാണ് മുസ്തസ്ന എന്ന് പറയാം. അതാണ് നമ്മൾ ഇവിടെ കണ്ടോ, അൽ മുസ്തസ്നാബി ഇല്ല, ഇല്ല കൊണ്ട് നമ്മളൊരാളെ ഇസ്തിസ്ന ചെയ്താൽ യുദ്ക്കറു ബഅദഹ മുഖാലിഫൽ ഫിൽ ഹുക്മി മാ ഖബലഹ, ഒരു മൊത്തം ഉള്ള ഒരു ആശയത്തിൽ നിന്ന് ഒരാളെ പുറത്താക്കണീനാണ് ഇസ്തിസ്ന എന്ന് പറയാം.